പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഭരിക്കുന്നത് വിശ്വഗുരുവാണ്. പക്ഷേ ആ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത് വിശ്വഗുരുവല്ല. 2 ദിവസം മുൻപ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു കാര്യം ഒന്ന് കണ്ടു കളയാം. കോളേജിലുള്ള കുറച്ച് സ്റ്റുഡൻസും ഉണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന ആളുകളുമുണ്ട്. ഇവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ UK ആ വീഡിയോ കണ്ടില്ലേ, ആ ഒരു പഞ്ച് കണ്ടില്ലേ, അതേപോലത്തെ ഒരു 4-5 പഞ്ച് ഇവിടെ കൊടുത്തതിനാണല്ലോ അങ്ങ് UK നിന്നും ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് റിലേറ്റഡ് ടു ഇന്ത്യൻസ്. അതിൽ 2 മെസ്സേജസ് ആണ് നൽകുന്നത് 2 പേർക്ക്. ഒന്ന് ഇന്ത്യൻസിന്, മറ്റൊന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. Excuse me, let me get out. Okay, move, bro. Oh, he's got a knife. Get in the car, you get in the car. Madness. Hello? This Hello? Yeah. brothers. You know what they are giving us speech? They're giving us speech. Keep it together. Keep back. കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു 5-6 ഇന്ത്യൻസ് UK ഒരു കെബാബ് ഷോപ്പിൽ പോയതാണ്. അവിടുത്തെ മെനുവിൽ ബീഫ് കണ്ടു. ആ ബീഫ് കണ്ടപ്പോൾ ഇവർക്കങ്ങ് കുരു പൊട്ടി. അവരങ്ങ് ഷോപ്പ് അടിച്ചു പൊളിക്കാൻ നോക്കി. ആ ഷോപ്പ് ഓണറും അവിടുത്തെ സ്റ്റാഫും വെറുതെ ഇരുന്നില്ല, കൊടുത്തു നല്ലോണം അടിച്ച് ഓടിച്ച് കണ്ടം വഴി ഓടിപ്പിച്ചു. ഇതിലെ ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, ഇമാതിരി തെണ്ടിത്തരം ഓരോ രാജ്യത്ത് പോയി കാണിക്കുമ്പോൾ അതിൽ ഇന്ത്യൻസിന്റെ വിലയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാണ്ട് ഒരു 5 വർഷമായി ഇന്ത്യയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഹിന്ദുത്വ ആക്ടിവിസ്റ്റുകൾ, ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷമായി മറ്റു ഫോറിൻ കൺട്രീസിൽ പോയി ഇതുപോലത്തെ ചെറ്റത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ ഒന്നല്ല, ഒരുപാട് ഇഷ്യൂസ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വന്നിട്ടുമുണ്ട്. അതിന് വേൾഡിൽ തന്നെ ഇന്ത്യൻസിനെതിരെ ആളുകൾ ശബ്ദം ഉന്നയിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഹെയ്റ്റ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗും ക്യാമ്പയിൻസും ഒക്കെ പല രാജ്യങ്ങളും ന്യൂസിലാൻഡിന്റെ അടക്കം നടത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോസും ഫോട്ടോസും ഇതാ ഇവിടെ കാണുന്നതാണ്. ആ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഈ കാണുന്നതൊക്കെ. അവിടെ പോയി ദിവാലി ആഘോഷിക്കുക, നമ്മളുടെ ഫെസ്റ്റിവൽസ് ഒക്കെ അവിടെ ആഘോഷിക്കണം, നല്ല കാര്യമാണ്. പക്ഷേ മാന്യമായ രീതിയിൽ അവിടുത്തെ നിയമം അവിടുത്തെ ജനങ്ങളെ നോക്കിയിട്ട് വേണം, അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ഈ ആഘോഷങ്ങളൊക്കെ അവിടെ നടത്താൻ വേണ്ടി. പക്ഷേ അവിടെ എന്തിനേറെ പറയുന്നു, ഓരോ രാജ്യങ്ങളിലും, അതായത് ഇന്ത്യ അല്ലാത്ത മറ്റ് പുറം രാജ്യങ്ങളിൽ ഹിന്ദിയിൽ വരെ എഴുതി വെക്കേണ്ട അവസ്ഥ വന്നു. അതായത് അവിടെ തുപ്പരുത് എന്ന്. ആ ഒരു ഇതിലേക്ക് ഇന്ത്യൻസ് എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ലീഡർ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ വിസ ലഭിക്കണമെന്ന് പറഞ്ഞ് ഫോറിനേഴ്സ് ക്യൂ നിൽക്കുന്നത് കാണണം എന്നാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമെന്ന്. കേൾക്കുമ്പോൾ രോമാഞ്ചമൊക്കെയാണ്. പക്ഷേ കാര്യങ്ങളുടെ പോക്ക് ഇതുപോലെയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് പുറത്തൊരു രാജ്യത്ത് പോകുമ്പോഴും വിസ നൽകില്ല. അല്ലെങ്കിൽ വിസ തരുമ്പോൾ അവർ 100 വട്ടം ചിന്തിക്കും, വന്നിട്ട് ഇതുപോലത്തെ കണ്ണം തിരിവല്ല കാണിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് നിർത്തിക്കണം. പക്ഷേ നിർത്തിക്കേണ്ട ആളുകൾ തന്നെയാണ് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ ഈ സംഭവം നടക്കുമ്പോൾ ആരും ചോദിക്കുന്നില്ല, ഗവൺമെന്റ് ഇടപെടുന്നില്ല, കേസുകളാവുന്നില്ല. അപ്പോൾ ഫോറിൻ കൺട്രീസിൽ പോയാൽ ഇത് തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഭരിക്കുന്നത് വിശ്വഗുരുവാണ്. പക്ഷേ ആ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത് വിശ്വഗുരുവല്ല എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് ഇമാതിരി കണ്ണന്തിരിവ് അവിടെ പോയിട്ട് കാണിക്കുമ്പോൾ നന്നായി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലൊരു ഇൻസിഡന്റ് കഴിഞ്ഞ വർഷവും നടന്നിട്ടുണ്ടായിരുന്നു. UK കാനഡയിലാണോ എന്ന് വ്യക്തമായി ഓർമ്മയില്ല. പക്ഷേ ഏതോ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു റെസ്റ്റോറന്റിൽ പോവുകയും അവിടെ ഈ ബീഫിനെ ചൊല്ലി പ്രശ്നമുണ്ടായി. റെസ്റ്റോറന്റ് തല്ലി തകർക്കാൻ നോക്കുകയും അവിടുത്തെ സ്റ്റാഫിന് നല്ലോണം തല്ലുകയും ചെയ്തു. തിരിച്ച് നല്ലോണം കിട്ടുകയും ചെയ്തു. പോലീസ് കേസ് ആവുകയും ചെയ്തു. കാരണം അത് ഇന്ത്യ അല്ലല്ലോ, മറ്റു രാജ്യമാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ മുറ പോലെ നടക്കും, ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ഡീപ്പോർട്ടേഷനും അടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇനി ഒരു 2 ദിവസം മുൻപ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു കാര്യം ഒന്ന് കണ്ടു കളയാം. नहीं नहीं नहीं
अच्छा, ये तो यही चिल्ला रहे थे पागल। ഇത് ബജ്രംഗ് ദളിന്റെ ഒരു അയിനാട്ടമാണ്, അവരുടെ പ്രകടനം ഒരു കണ്ടോളൂ. ഇത് നടന്നിട്ടുള്ളത് ഇൻഡോറിലാണ്. ഇൻഡോറിലെ ഒരു കോളേജിൽ നടന്ന ഒരു ഫംഗ്ഷൻ. അത് വാലന്റൈൻസ് ഡേ പ്രോഗ്രാം ആണെന്നും പറഞ്ഞ് ഈ ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റ്, ആ കോളേജിലുള്ള കുറച്ച് സ്റ്റുഡൻസും ഉണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന ആളുകളുമുണ്ട്. പുറത്തുനിന്ന് വന്ന ആളുകളും ഓക്കെ, അവരടക്കം കയറി തല്ലി തകർക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല, അതിനുശേഷം അവരുടെ ഒരു സമരം വിളി, പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ബജ്രംഗ് ദളിന്റെ. അപ്പോൾ വാലന്റൈൻസ് ഡേ ഇവിടെ ആഘോഷിക്കാൻ പറ്റില്ലേ? ആരോട് ചോദിച്ചിട്ടാണ് ഇവർ കോളേജിൽ കയറിയിട്ടുള്ളത്, കോളേജ് ക്യാമ്പസിൽ കയറിയിട്ടുള്ളത്? പോലീസിന് പോലും കോളേജ് ക്യാമ്പസിൽ കയറാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റ് ഈ കോളേജിൽ പ്രവേശിച്ചിട്ടുള്ളത്? ഇവിടെ എന്തിനാണ് നിയമം? ഇവർക്കൊന്നും നിയമം ബാധകമല്ലേ? പോലീസ് കേസെടുത്തു, അല്ല സോറി, പോലീസ് ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് രണ്ടാളെ ഭാഗത്തും ഫോൾട്ട് ഉണ്ട് എന്നാണ്. കോളേജിന്റെ ഉള്ളിൽ കോളേജിന്റെ സ്റ്റുഡൻസ് നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം, അവരുടെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? ഈ പുറത്തുനിന്ന് വന്ന അവരല്ലേ തെറ്റ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെയും അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ ഒരു കൂട്ടം ആളുകൾക്ക് നിയമം ബാധകമല്ല, ഭരണഘടന ബാധകമല്ല, ഒന്നും ബാധകമല്ല. എന്തിന് ഭരിക്കുന്ന അവർ പോലും അവരെ കുറ്റപ്പെടുത്തില്ല, അവർക്കെതിരെ കേസെടുക്കില്ല. ഇനി എടുത്താൽ തന്നെ ചെറിയ എന്തെങ്കിലും പെറ്റി കേസ് എടുത്തിട്ട് വെറുതെ വിടും. ആ ഒരു കാര്യം, അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷമായി ഈ ഒരു പ്രവണത അധികരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സിംഗിൾ പ്രശ്നം വരുമ്പോഴും അവിടെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നം പിന്നെ വരില്ല. പക്ഷേ ഇവിടെ ഓരോ ദിവസം കഴിയുന്നതിന് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇവരെ പോലത്തെ ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ട്, അതിലൊന്നും ഇടപെടാൻ ഇവർക്കൊന്നും സാധിക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്, അതൊന്നും വേണ്ട. ഇവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആളുകളെ തല്ലുക. ഇവർക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം നൽകിയിട്ടുള്ളത്? ഇത് ചോദിക്കുമ്പോൾ കുറെ എണ്ണം ചോദിക്കും, അത് നിനക്കെന്താ കാര്യം, ഇത് ഇൻഡോറിൽ നടന്നതല്ലേ എന്നൊക്കെ. അവരോട് പറയാനുള്ള, ഇൻഡോർ എന്ന് പറയുന്നത് ഇന്ത്യന്റെ ഉള്ളിൽ തന്നെയാണ്. ഐ മീൻ ഇന്ത്യൻ. അപ്പോൾ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും എവിടെ സംഭവിച്ചാലും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശം എനിക്ക് ഭരണഘടന തന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന അറിയാത്തവർക്കൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അതിലുണ്ടാകും. കാരണം എൻ്റെ പല വീഡിയോസ് ഇടുമ്പോഴും കുറെ എണ്ണം വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്, നീ എന്തിനാ അങ്ങോട്ടൊക്കെ പോയിട്ട് സംസാരിക്കണം, അങ്ങനത്തെ കാര്യമൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്തിനാ മധ്യപ്രദേശിലും UP-യിലൊക്കെ പോകുന്നതെന്ന്. ഇനിയിപ്പോ ഈ ബീഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ പറയുന്നവരോട്, ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ബീഫ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് കടത്തുന്നത് UP-യാണ്. ആര്? യോഗി ആദിത്യനാഥിന്റെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ ഹലാൽ എന്ന് പറഞ്ഞിട്ട് തുള്ളുന്ന ആളുകളുണ്ട്. ഹലാൽ എന്തോ ഭയങ്കര മോശപ്പെട്ട ഒരു സംഭവമാണെന്ന രീതിയിൽ കണക്കാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ യോഗി ആദിത്യനാഥിന്റെ സ്ഥലത്തുനിന്ന് ഫോറിനിലേക്ക് ഈ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ബീഫ്. ഈ ബീഫ് എക്സ്പോർട്ട് ചെയ്യുമ്പം ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കുത്തിയിട്ടാണ് ഇതൊക്കെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ചോദിക്കാനൊന്നുമില്ലേ? അതുപോലെ മറ്റു രാജ്യത്ത് പോയിട്ട്, ഇപ്പൊ UK-യിൽ പോയിട്ട് മെനുവിൽ ബീഫ് കണ്ടാലും പ്രശ്നം ഉണ്ടാക്കി അവർക്കൊന്നും ഇവിടെ ഇന്ത്യയിൽ നിന്നും ഈ ബീഫ് കടത്തുമ്പോൾ ആ കടത്തുന്ന അവരെയോ അല്ലെങ്കിൽ കടത്താൻ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിനെയോ, അതായത് യോഗി ആദിത്യനാഥിന്റെ സർക്കാരിനെയോ അല്ലെങ്കിൽ BJP സർക്കാരിനോടോ ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല, കാണില്ല. കാരണം പാവപ്പെട്ടവന്റെ പേരിൽ മേത്ത് കുതിര കയറാനല്ലാതെ ഇവരോടൊന്നും ചോദിക്കാനുള്ള ധൈര്യമോ തൻ്റെ ഒന്നും ഇല്ലടോ എനിക്കൊന്നും. ഇവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ UK-യിൽ ആ വീഡിയോ കണ്ടില്ലേ, ആ ഒരു പഞ്ച് കണ്ടില്ലേ, അതേപോലത്തെ ഒരു 4-5 പഞ്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഒരുത്തനും തലമുക്കില്ല. അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോയിക്കോളും. ഇതാരും തല്ലായിട്ടാണ്. ഇപ്പോ ഒരാളുണ്ടായിരുന്നു, ദീപക് എന്ന് പറഞ്ഞിട്ട്, ഒരു ജിം ട്രെയിനർ. അദ്ദേഹം പ്രതികരിച്ചു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലുന്നതൊക്കെ 2 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പബ്ലിക്കായിട്ട്, അതായത് വീഡിയോസ് അടക്കം ഇട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 2 ലക്ഷം രൂപ തരാം, ആരാണോ കൊല്ലുന്നത് അവർക്ക് 2 ലക്ഷം. അതാണ് പ്രതികരിക്കുന്ന ആളുകളെ വകവരുത്തുക.
ഇല്ലെങ്കിൽ സ്വാധീനിക്കുക. ഇനി ആ സ്വാധീനത്തിൽ പെട്ടിട്ടില്ലെങ്കിൽ മാത്രമാണ് കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യുന്ന ആളുകളെ ഇതുപോലെ കൊല്ലാനുള്ള ബോണ്ടി കിട്ടാം. അതായത് കൊന്നു കഴിഞ്ഞാൽ ഇത്ര പൈസ, ഇത്ര ലക്ഷം റുപ്യ തരാം, കൊന്നിട്ട് വാ എന്നൊക്കെ. കേസൊന്നും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. എന്താണല്ലേ, ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ.